വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ ഒരു ജനറൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഷഫിൾ ചെയ്ത് നമ്മൾ കാർഡുകളെടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പ്രസൻറ്റ്, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, ഈ ലോങ് ടേം നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി ഓരോ കാർഡായി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് വന്നിരിക്കുന്നത്, അതായത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്ങളുണ്ട്, ഇല്യൂഷൻസ് ഉണ്ട്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പേടിയാണ്, എന്താണ് ജീവിതത്തിൽ നടക്കുന്നതെന്ന് അറിയില്ല. ചില സമയത്ത് ഡിപ്രഷനുണ്ട്, എല്ലാത്തിനും ഒരു ആശയക്കുഴപ്പം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണെന്ന് നമുക്ക് നോക്കി അടുത്ത കാർഡ് എടുത്ത് നോക്കാം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അതായത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു, നിങ്ങൾ ആശിച്ചതുപോലെ നല്ല ലൈഫും, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതായത് കംപ്ലീഷൻ പീരീഡിലായിരുന്നു നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഒന്നിനും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ലൈഫ് നല്ല സ്മൂത്തായിട്ടൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അതാണ് നിങ്ങളുടെ കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നിനും അങ്ങനെ പ്രയാസങ്ങളോ വിഷമങ്ങളോ അങ്ങനെ മീൻസ് നോർമൽ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ കൂടിയൊക്കെ ആയിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ടാവാം. അടുത്ത കാർഡ് എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് നെക്സ്റ്റ് കാർഡ് നമ്മൾ റിവീൽ ചെയ്ത് നോക്കുകയാണ് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ദാറ്റ് വാസ് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങളതിനെ വേണ്ടതുപോലെ കാണുന്നില്ല. എന്താണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നൊരു മനസ്സിന് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒന്നിനും ഒരു മുന്നോട്ട് പോകാൻ നിങ്ങൾ മടി കാണിക്കുന്നു. അതേസമയം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എല്ലാത്തിനും. അതായത് എല്ലാത്തിനും ഒരു വ്യക്തത വരുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാർഡ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കാർഡ് നോക്കുകയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ 5 ഓഫ് സോർട്സ് ആണ്. മീൻസ് സംടൈംസ് നിങ്ങൾക്ക് സെൽഫിഷ് ആകേണ്ടി വരാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുന്നതായിരിക്കാം. എപ്പോഴും ഒരുപോലെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. മീൻസ് എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഏത് സൈഡിൽ നിന്ന് ആരാണ് എന്ത് സെൽഫിഷ് മോട്ടീവാണ് അവരെടുക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ലൈഫിൽ. മീൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസസ് ഒക്കെ ഉണ്ട് ഇൻ ഫ്യൂച്ചറിൽ, അതാണ് കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ മൈൻഡോ കലഹങ്ങളോ തർക്കങ്ങളോ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന്. ദാറ്റ് ഈസ് വെരി ഗുഡ്. നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഇമ്പൾസീവ് എനർജിയാണ് എല്ലാത്തിനും. ചുറ്റുപാട് ഇരിക്കുന്നവരോ നിങ്ങളുടെ ചുറ്റുപാടോ നിങ്ങളുടെ സാഹചര്യങ്ങളോ എല്ലാത്തിനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഇമ്പൾസീവ് നേച്ചറാണ്. മീൻസ് കാര്യങ്ങളൊക്കെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും. ചില സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ആലോചിക്കുന്നില്ല. എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സാധിച്ചെടുക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൂടിയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാർഡ് കാണിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 5 ഓഫ് കപ്സ് ആണ്. അതായത് എന്തോ ഇമോഷണൽ ലോസൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു വേദനയിൽ കൂടി ആണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്.
അത് ബട്ട് സ്റ്റിൽ ഹോപ്പ് ഈസ് ദെയർ. എന്നാലും നിങ്ങൾക്ക് പഴയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റത്തില്ല. എന്നാലും ഇമോഷണൽ ലോസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ലോങ് ടേം നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളും നേടിയെടുക്കാനും അങ്ങനെ ഉള്ള, ഇപ്പോൾ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും, മീൻസ് ചോയ്സസ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിൽ നിന്ന് ഏത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണം, ഏത് നല്ലതായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന് നിങ്ങൾ വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഡിസിഷൻ ലൈഫിൽ എടുക്കാൻ പാടുള്ളൂ. മീൻസ് അവസരപ്പെട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്തെങ്കിലും തെറ്റായ ഡിസിഷൻ എടുത്താൽ അത് നിങ്ങൾക്കൊരു നല്ല ലൈഫിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് കാണുന്നില്ല. അതായത് ഓവറോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, മിഡിൽ സെൽഫിഷ് മോട്ടീവ്സ് ഉള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെയും നല്ല ഇമ്പൾസീവായിട്ടുള്ള ഒരു ചുറ്റുപാടുകളാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഭയങ്ങളെല്ലാം എന്ന് പറയുന്നത് ഇമോഷണൽ ലോസിൽ കൊണ്ടായ ഭയങ്ങളാണ്. ഇനി ലോങ് ടേമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആകെ കൂടെ നോക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളൊരു വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിനെയും ഒരു പേടിയായിട്ടാണ് കാണിക്കുന്നത് കാർഡ്സ് എല്ലാം. ബട്ട് നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. പ്രസൻറ്റിൽ വന്നും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗിക്കാനാണ്. മീൻസ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരുന്നുണ്ട്. അതിനെ നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും അത് വളരെ ആലോചിച്ച് തുടങ്ങുക. ഇപ്പോൾ ജോബാണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നതിനെ വളരെ ആലോചിച്ചതിന് ശേഷം ചെയ്യുക. കാരണം ആരെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ സെൽഫിഷ്നെസ് കാരണം നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റാനോ ഒക്കെയുള്ള ചാൻസസും കൂടുതലുണ്ട്. അതായത് ഒരു സെൽഫിഷ് മോട്ടീവ്സും കാണുന്നുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകളോ കോമ്പറ്റീഷൻസോ ഒക്കെ കാണുന്നുണ്ട്. ബട്ട് ചുറ്റുപാടുകളെല്ലാം വളരെ ഇമ്പൾസീവാണ്. മീൻസ് ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ ലോസ് തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ലാസ്റ്റ് ലോങ് ടേമിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനേ ലൈഫിൽ സക്സസ് ഉണ്ടാകും തന്നെയാണ് കാണിക്കുന്നത്. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഫൈനലി നിങ്ങളുടെ കയ്യിലാണ് ചോയ്സസ്. നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവിടെ വരുന്ന എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്തു പറയുന്നു ആ ഡയറക്ഷനിലേക്ക് പോയാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ എനർജി ഉള്ളത് കാരണം എല്ലാവർക്കും ഇത് റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ.